നമ്മളിവിടെ ഓർത്തഡോക്സ് മലബാർ സ്മാരക പരിപാടിയാണുള്ള അതിൻ്റെ ചെടികൾ നട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. എസ് എൻ കോളേജിൽ നിന്ന് 10-20 കുട്ടികൾ വന്നിട്ടുണ്ട്, 50 കുട്ടികൾ വന്നിട്ടുണ്ട്. അവർ അവിടെ മഞ്ഞൾ തൈ ഇഞ്ചി തൈ അപ്പുറം മഞ്ഞൾ അപ്പുറത്തേക്ക് ഇവർ കിഴങ്ങ് വർക്ക് ചേനം മറ്റേതുണ്ട്, ചെറിയ വലിയ ചേമ്പ് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃഷി ഓഫീസർ പ്രതികരിച്ചൊരു വ്യക്തി എത്തിയിട്ടുണ്ട്, നമ്മളെ രജീഷ് എത്തിയിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മളെ വളരെ മുമ്പേ നമ്മളെ കേരളത്തിലെ ജൈവവൈദ്യമാണ്, അത് ഏറ്റവും വലിയ സ്വത്താണ്. അത് നമുക്കത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തില്ല. അതിന് 500 വർഷം മുമ്പ് അതിനെപ്പറ്റി ഗ്രന്ഥം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രന്ഥം യൂറോപ്പിലൊക്കെ വന്നു, പക്ഷേ യൂറോപ്പുകാർക്ക് അത് പറ്റിയ കാര്യമില്ല, കാരണം അവർക്ക് ഇതിൻ്റെ ഔഷധ സസ്യങ്ങൾ അറിയില്ലല്ലോ. നമുക്ക് വേണം. നമ്മൾ ഇനി അങ്ങോട്ട് ആ പുസ്തകം മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇത്തരം ബുക്കിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും വിചാരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിനി മുൻപറ്റി വിദ്യയാണ് മുൻപറ്റി എടുക്കുന്നത്. കാരണം ഗവൺമെൻറ് തലത്തിൽ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. നമ്മുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. മാത്രമല്ല ഭയങ്കര ഇൻകം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. അതുണ്ടാക്കാനുള്ള പരിശ്രമം തുടക്കമായിട്ടാണ് ഈ പരിപാടി. അപ്പോൾ ബാക്കി അതിൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ അടുത്തിവിടെ വേറെ കൂട്ടർ നൃത്തം സ്വന്തമായിട്ടൊക്കെ ഉണ്ട്. കുട്ടികളെ അല്ലെങ്കിൽ ഭാഗമാക്കാൻ ആവും ഇതൊക്കെ ഉണ്ടാവും. 500 വർഷം മുമ്പ് കണ്ടറിയാം. ഇതിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അതിന്റെ അർത്ഥത്തിൽ കെട്ടിയാണ്. നമ്മുടെ കേരളത്തിലെ ഇങ്ങനെയുള്ള പുസ്തകം ഉണ്ടാക്കില്ല. ഇങ്ങനെ യൂറോപ്പിലെ കാര്യത്തിലെ ഇവിടെ യൂറോപ്പിലെ വൈസ്രോയി ഡച്ച് ആദ്യം പാസ്പോർട്ട് ചെയ്യാൻ പോകും. പിന്നെ ഡച്ചുകാരാണ്. ഡച്ചുകാരെ ചില കോളനിയൊക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു വൈസ്രോയി ഇതെല്ലാം ജൈവമായിട്ട് അക്കാലത്ത് ജാതിയുടെ സ്പർദ്ധ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാലും കൊച്ചി പ്രദേശത്ത് ഏറ്റവും വലിയ വൈദ്യനായി നിലകൊണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്ത ഇതിന്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. വിശേഷിച്ച് ഈ സ്ഥാപനത്തിന്റെ ഉടമയും എനിക്ക് സഹോദരനുമായ ശ്രീ വേണു പ്രഭത്ത് എന്ന വ്യക്തിയോട് 17-ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ഹോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസ് എന്ന പുസ്തകം ഈ 21-ാം നൂറ്റാണ്ടിലും ചർച്ചയ്ക്കെടുത്തു എന്ന കാര്യത്തിൽ ഇതിന്റെ സംഘാടകർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. എന്നിരിക്കുന്നു ഇത്ര മഹത്തായ ഒരു കൃതിയെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി തികച്ചും സാധാരണക്കാരനായ എന്നെ വിളിച്ചതിൽ എനിക്ക് വലിയ അനുഭവം തോന്നുന്നു. ഈ ഒറ്റമുഖി എന്ന് പറഞ്ഞ ഈ സാധനം